കടക്കൽ ദേവീക്ഷേത്രത്തിലെ വിപ്ലവ ഗാനാലാപനവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. പരിപാടിക്കിടെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി കാണിച്ചിരുന്നോ എന്ന് കോടതി ചോദിച്ചു. ദേവീക്ഷേത്ര ഉപദേശക പ്രസിഡന്റ് കൂടിയായ CPM ബ്രാഞ്ച് സെക്രട്ടറിക്ക് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. രേഷ്മ ചേരുന്നു. രേഷ്മ, വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസം തന്നെ വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ചില നിർദ്ദേശങ്ങളൊക്കെ കോടതി മുന്നോട്ട് വെച്ചതാണ്. ഇന്നിപ്പോൾ ഏത് രീതിയിലാണ് വാദം നടക്കുന്നത്? എന്താണ് വിശദാംശങ്ങൾ, രേഷ്മ? നിലവിൽ വാദം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഹൈക്കോടതി ഈ കടക്കൽ ദേവീക്ഷേത്ര ഉപദേശക പ്രസിഡന്റായിട്ടുള്ള CPM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള വ്യക്തിക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. CPM ബ്രാഞ്ച് സെക്രട്ടറി വികാസിനാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നോട്ടീസ് അയച്ചിട്ടുള്ളത്. ഹർജി ഹൈക്കോടതി നിലവിൽ വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഹിന്ദു മതസ്ഥാപനങ്ങളിലെ അതിന്റെ പ്രവർത്തനങ്ങൾ ദുരുപയോഗം തടയൽ, അതുമായി ബന്ധപ്പെട്ടുള്ള നിയമവശങ്ങൾ പരിശോധിക്കാനായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അടക്കമുള്ള എതിർകക്ഷികൾ സാവകാശം തേടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ ഹർജി പരിഗണനയ്ക്ക് വന്ന സമയത്ത് ഹൈക്കോടതി ആദ്യഘട്ടത്തിൽ തന്നെ ചോദിച്ചത് ഈ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ കാണിച്ചിരുന്നു എന്നുള്ളതാണ്. CPMന്റെ അടക്കം DYFIയുടെ അടക്കം കൊടികൾ പശ്ചാത്തലത്തിൽ കാണിച്ചിരുന്നു എന്നുള്ളൊരു മറുപടി ഈ പറയുന്ന ഹർജിക്കാരുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാദങ്ങളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതി ഹർജി വ്യാഴാഴ്ചത്തേക്ക് മാറ്റുകയും ഇതിൽ നേരത്തെ തന്നെ ഈ ഒരു ഹർജിയിൽ കക്ഷി ചേർത്ത ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റും CPM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള വികാസിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വ്യാഴാഴ്ചയ്ക്ക് മുന്നേ തന്നെ, വ്യാഴാഴ്ച ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ വികാസ് തന്റെ നിലപാട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി വ്യക്തമാക്കേണ്ടി വരും. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ക്ഷേത്രോപദേശക സമിതിയുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായി എന്നുള്ള വിലയിരുത്തലൊക്കെ തന്നെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. എന്തായാലും ഹൈക്കോടതി ഈ കടക്കൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ വിപ്ലവഗാനം ആലപിച്ച സംഭവം അത് വലിയ രീതിയിൽ വിമർശിക്കുകയും ഒപ്പം തന്നെ ഗൗരവമായിട്ട് പരിഗണിക്കുകയും ചെയ്തിരുന്നു. ഇത്തരം സംഭവങ്ങൾ കേരളത്തിലെ ഒരു ക്ഷേത്രങ്ങളിൽ ഉണ്ടാകരുത് എന്നുള്ളതായിരുന്നു ഹൈക്കോടതി നേരത്തെ ഇടക്കാല ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയത്. ഇതിനെ ചെറുതായി കാണാനാകില്ല എന്നുള്ളൊരു നിലപാടും അന്ന് ഹൈക്കോടതി സ്വീകരിച്ചിരുന്നു. എന്തായാലും ക്ഷേത്രോപദേശക സമിതിയുടെ അടക്കം ഒത്താശയോട് കൂടിയായിരുന്നു വിപ്ലവഗാനാലാപനവും പശ്ചാത്തലത്തിൽ സ്ക്രീനിൽ ഈ DYFIയുടെ കൊടിയടക്കം കാണിക്കുകയും ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് വികാസ് മറുപടി പറയേണ്ടി വരും. അതിന് മുന്നോടിയായിട്ടാണ് ഹൈക്കോടതിയുടെ നോട്ടീസ് അയച്ചിട്ടുള്ളത്. കടക്കൽ ദേവീക്ഷേത്രത്തിലെ വിപ്ലവ ഗാനാലാപനവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി വീണ്ടും പരിഗണിച്ചു. പരിപാടിക്കിടെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി കാണിച്ചിരുന്നോ എന്ന് കോടതി ചോദിച്ചു. ദേവീക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കൂടിയായ CPM ബ്രാഞ്ച് സെക്രട്ടറി നേരിട്ട് ഹാജരാകണം. കോടതി ബ്രാഞ്ച് സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.